വർഷം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് തന്ന ആയുസിൽ ഒരു വർഷം പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് അല്ലാഹു നിശ്ചയിച്ചതായ ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ മരണത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. നുസീറു ഇലൽ ആദാലി ഫീ കുല്ലി ലഹ്ദതി വഅയ്യാമുനാ തുത്വാ വഹുന്നാ റവാഹിലൂ. നുസീറു ഇലൽ ആദാൽ, നാം ഈ ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകളും നമ്മൾ ഇന്ന് കഴിഞ്ഞു പോകുമ്പോൾ, ഓരോ സെക്കൻഡുകളും നമ്മൾ ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക്, ഖബറിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വഅയ്യാമുനാ തുത്വാ വഹുന്നാ റവാഹിലൂ. നമ്മളുടെ ദിവസങ്ങളുണ്ടല്ലോ, അതിങ്ങനെ ഓരോ ദിവസവും ചുരുങ്ങി ചുരുങ്ങി അതിങ്ങനെ ചുരുക്കപ്പെടുകയാണ്. അങ്ങനെ ആ ദിവസങ്ങൾ നമ്മളിൽ നിന്നിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ദുനിയാവിൽ നിന്ന് യാത്ര പോവുക. തഖ്വയെന്ന് പറയുന്നതായ ഒരു യാത്രക്ക് ആവശ്യമായ സാധു കൊണ്ട് നീ ദിവസം ഈ വീട്ടിൽ നിന്ന്, ഈ ദുനിയാവിൽ നിന്ന് നീ യാത്ര പോവുക. നിന്റെ ദിവസങ്ങൾ അതാ എണ്ണപ്പെട്ടിരിക്കുകയാണ്. നിന്റെ ദിവസങ്ങൾ ഇതാ എണ്ണപ്പെട്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിന്റെ മുമ്പിലുള്ളത്. ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ ഓരോ ആളുകളും എത്രയോ പ്രതീക്ഷയോടുകൂടെയാണ് രാവിലെ എഴുന്നേറ്റ് വരുന്നത്. എത്രയോ പ്രതീക്ഷയോടുകൂടെയാണ് അവർ ജോലിക്ക് പോകുന്നത്. എത്രയോ കണക്ക് കൂട്ടലുകളും എത്രയോ സ്വപ്നങ്ങളും നെഞ്ചേറ്റിക്കൊണ്ടാണ് അവർ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത്. പക്ഷേ ആ ദിവസങ്ങളുടെ അവസ്ഥ എന്താണ്? അവന്റെ ജീവിതത്തിന്റെ, അവന്റെ ഉംറിന്റെ, അവന്റെ ആയുസിന്റെ അവസ്ഥയെ കുറിച്ച് അവൻ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ സെക്കൻഡുകളിലും നമ്മളിൽ നിന്ന് നമ്മളുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ആയുസ് ഒരാൾക്ക് നീട്ടിക്കിട്ടുക എന്ന് പറയുമ്പോൾ ഹിജ്റയുടെ ഒരു കൊല്ലം കഴിഞ്ഞ് അടുത്ത കൊല്ലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു. ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ എന്ന് പറയുന്നത്, ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ എന്ന് പറയുന്നത് മൻ ത്വാല ഉംറുഹു, ആയുസ് അവന് നീട്ടിക്കിട്ടി, വഹസുന അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ നന്നാവുകയും ചെയ്തു. വശറുൻ നാസി, ജനങ്ങളിൽ ഏറ്റവും മോശക്കാരൻ എന്ന് പറയുന്നത് മൻ ത്വാല ഉംറുഹു, അവന്റെ ആയുസ് അവന് നീട്ടിക്കിട്ടി, പക്ഷേ വസാഅമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ മോശമാവുകയും ചെയ്തവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആളുകളെ വേർതിരിച്ചത്, ഒരാൾക്ക് ആയുസ് നീട്ടിക്കിട്ടുമ്പോൾ, ഒരാൾക്കൊരു വയസ്സ് കൂടുമ്പോൾ, ബർത്ത്ഡേ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ സന്തോഷിക്കുമ്പോൾ അവൻ മനസ്സിലാക്കേണ്ടത് അവന് ആയുസ് നീട്ടിക്കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ലോകത്ത് എത്ര കാലം ജീവിച്ചു എന്നതല്ല, എങ്ങനെ ജീവിച്ചു എന്നതാണ് പ്രധാനം. ലോകത്ത് എത്ര കാലം ജീവിച്ചു എന്നത്, ആളുകൾ 100 വയസ്സ് ജീവിച്ചവരുണ്ട്, 110 വയസ്സ് ജീവിച്ചവരുണ്ടാകാം, ചിലപ്പോൾ 50 വയസ്സ് ജീവിച്ചവരുണ്ടാകാം, ചിലപ്പോൾ 40 വയസ്സ് ജീവിച്ചവരുണ്ടാകാം. ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി സ്മരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മഹല്ലിൽപ്പെട്ട 1 മാസം മുമ്പ് മരണപ്പെട്ടു പോയ അൻവർ സാദാത്ത് എന്ന് പറയുന്ന ഒരു സഹോദരൻ
ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് പല വേദികളിലായി ഇപ്പോൾ പറയുന്നു. ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. ഈ സദസ്സ് അദ്ദേഹത്തെ കൂടി സ്മരിക്കപ്പെടുന്ന ഒരു സദസ്സാണ്. ഈ സദസ്സ് അദ്ദേഹത്തെ കൂടി സ്മരിക്കപ്പെടുന്ന ഒരു സദസ്സാണ്. എത്ര വയസ്സ് ജീവിച്ചു എന്നതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. 47 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ഇന്നും നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, കൂടെയുള്ളവർ, നമ്മുടെ മഹലിലുള്ളവരായ ഗൾഫിലുള്ള സഹോദരന്മാർ, ദുബായിലുള്ള സഹോദരന്മാര്, അദ്ദേഹത്തിന്റെ കൂടെ റൂമിലുണ്ടായിരുന്നവര്, കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ കൂടിയിട്ട് ഇന്നത്തെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ കൂടെയുണ്ടായ സഹോദരൻ 2 ഖത്തം ഓതിയിരിക്കുന്നവര് 20,000-ഓളം തഹ്ലീലുകൾ ഈ തിരക്കിനിടയിലും അവർ മാറ്റിവെച്ചുകൊണ്ട് ഓതിയിരിക്കുന്നു. ഒരുപാട് യാസീനുകൾ ഓതിയിരിക്കുന്നു. ഒരുപാട് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കഴിക്കപ്പെടുന്നത് വർഷങ്ങൾ എത്ര ജീവിച്ചു എന്നതല്ല, അതിനപ്പുറം വർഷത്തിൽ ജീവിച്ചപ്പോൾ അത് ഉപകാരപ്പെടുന്ന ജീവിതമായോ ദുനിയാവിൽ ഉപകാരപ്പെടുന്ന ജീവിതമാണോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ദുന്യവിയായ ജീവിതം. അദ്ദേഹം ദുനിയാവിലുള്ളവർക്ക് ഉപകാരപ്രദമായിരുന്നു. ദുനിയാവിലുള്ളവർക്ക് ഉപകാരപ്രദമായിരുന്നു. അതുപോലെ തന്നെ ആഖിറത്തിലേക്കും ഉപകാരപ്പെട്ടതാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞല്ലോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, മരണത്തെയും ജീവിതത്തെയും പടച്ചതായ പടച്ച തമ്പുരാനാ. എന്തിനു വേണ്ടിയാണ് മരണമുള്ളത്? എന്തിനു വേണ്ടിയാണ് മരണമുള്ളത്? എന്തിനു വേണ്ടിയാണ് ജീവിതമുള്ളത്? ലയബുലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അയ്യക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്നറിയാൻ, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്നറിയാൻ, തിരിച്ചറിയാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മരണം തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ജീവിക്കാൻ അവസരം നൽകിയിട്ടുള്ളതെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒരു കൊല്ലം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ, മുഹറം മാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇമാമി വെക്കുന്നത്, ഇവിടെ നമുക്ക് മടിയുണ്ടാകാൻ പാടില്ല, അലസതയുണ്ടാകാൻ പാടില്ല. മടിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. മടി നമ്മളെ പിടികൂടിയാൽ ഇരു ലോകത്തും വലിയ നഷ്ടമാണ് അതുകൊണ്ടുണ്ടാകാൻ കഴിയുന്നത്. ലൈഫായ ഹദീസിലാണെങ്കിലും പറയുന്നതായി കാണാം, ഒരാളുടെ 2 ദിവസം തുല്യമായി കഴിഞ്ഞാൽ ഇന്നലത്തെ ദിവസത്തെയും ഇന്നത്തെ ദിവസത്തെയും എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ, ആ 2 ദിവസങ്ങളും തമ്മിൽ തുലനം ചെയ്തു നോക്കുമ്പോൾ, പരിശോധിച്ചു നോക്കുമ്പോൾ രണ്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റു, വൈകുന്നേരമായി കിടന്നുറങ്ങി, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു, ഇങ്ങനെ 2 ദിവസങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെങ്കിൽ അവൻ പരാജിതനാണ്. അവൻ പരാജിതനാണെന്ന് പറയപ്പെടുന്നതായി കാണാം. അതുകൊണ്ട് മടി നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഊർജ്ജസ്വലരായിരിക്കുവാനാണ് നമ്മളോട് കൽപ്പിച്ചത്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും നമ്മൾ മടിയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്തെങ്കിലുമൊക്കെ അവനിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റകല്ലദീ അൻകറ ദഹറക. ആ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഇദാ ഫറഅത നീ വിരമിച്ചു കഴിഞ്ഞാൽ, ഒരു തഫ്സീർ അനുസരിച്ച് നീ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ നീ ദുആയിലേക്ക് വ്യാപൃതനാവുക. നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് സലാം വീട്ടി എഴുന്നേറ്റ് പോവുകയില്ല. ഒരമല് കഴിഞ്ഞാൽ നീ വിരമിച്ചു കഴിഞ്ഞാൽ, നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അടുത്തത് നീ ഒന്ന് ദുആ ചെയ്യണേ. നീ ഒന്നൊരു ഖത്തം പൂർത്തി കഴിഞ്ഞാൽ, ആ ഖത്തം പൂർത്തി കഴിഞ്ഞാൽ മുസ്ഹഫ് അടച്ചു വെക്കുകയല്ല വേണ്ടത്. പിന്നെയോ നീ ആരംഭിക്കണം, ഫാത്തിഹ ഓതണം. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ നിന്ന് ഓതി പുതിയ ഒന്ന് തുടങ്ങി വെച്ചണം. റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിർത്തുകയല്ല, അതിനോട് ചേർത്തുകൊണ്ട് ശവ്വാലിന്റെ 6 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കണം. ഇങ്ങനെ ഒന്ന് തീർത്തു കഴിഞ്ഞോ തീർന്നു എന്നല്ല, പിന്നെയോ വീണ്ടും വീണ്ടും പ്രവർത്തിക്കാൻ കഴിയണം. ഈ മുഹറമിന്റെ ഈ അശൂറായിനെ
പ്രവാചകനായി കാണപ്പെടുന്ന ഒരു പ്രവാചകനാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചരിത്രം പറയപ്പെട്ട ആളാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. സൂറത്തുൽ ഖസസ് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് അധ്യായങ്ങളിലെ പല ഭാഗങ്ങളും കാണാൻ കഴിയുമെങ്കിൽ ചരിത്രം എന്ന പേര് നൽകിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് ഇറങ്ങി. ആ സൂറത്തിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിലേക്ക് കടന്നു വരികയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നതിന് മുമ്പ് ഖിബ്തികൾ എന്ന് പറയുന്ന സവർണവർഗം, ആ ഖിബ്തികൾ ബനൂ ഇസ്രായേൽ എന്ന് പറയുന്നതായ ന്യൂനപക്ഷ വിഭാഗത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ആൺമക്കളെ കൊല്ലുകയാണ് ഫറോവ രാജാവ്. ആൺമക്കളെ കൊന്നൊടുക്കുമ്പോൾ അവർക്ക് നാം അവസരങ്ങൾ കൊടുക്കുവാനും അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാനും അവരെ നേതാക്കളാക്കുവാനും നാം തീരുമാനിച്ചപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയോട് വഔഹൈനാ ഇലാ ഉമ്മി മൂസാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മക്ക് നാം വഹി അറിയിക്കുകയാണ്. എല്ലാ വീടുകളും ഇങ്ങനെ അതാ പട്ടാളക്കാര് പരതി നോക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ഗർഭിണിയായ സ്ത്രീ ഉണ്ടെങ്കിൽ, അവൾ പ്രസവിക്കുന്നുണ്ടെങ്കിൽ ഫറോവയുടെ കിങ്കരന്മാര് പട്ടാളക്കാര് പോയി നോക്കുകയാണ്. ആ കുട്ടി ആൺകുട്ടിയാണോ? അങ്ങനെ ആൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ കൊല ചെയ്യാൻ, ആ കുട്ടിയെ അവിടെ വെച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യാൻ, അങ്ങനെ ഒരു സമൂഹത്തെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഹദിയായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ മൂസാ നബിയെ പ്രസവിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വൗഹൈനാ ഇലാ ഉമ്മി മൂസാ. ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയോട് പറഞ്ഞു, നീ പേടിക്കണ്ട, അർലീഹി, ആ കുട്ടിക്ക് നീ മുല കൊടുക്കുക. മുല കൊടുത്തതിന് ശേഷം ആ കുട്ടിയിൽ നീ ഭയപ്പെടുന്നെങ്കിൽ ആ കുട്ടിയെ നീ ഒരു പെട്ടിയിലാക്കുക, എന്നിട്ട് നദിയിലൊഴുക്കുക. നമുക്ക് ചരിത്രം അറിയാം. ആ നദിയിലൊഴുക്കുമ്പോൾ ഉമ്മ ആ വാക്ക് കേട്ടിട്ട് ആ കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലൊഴുക്കിയ നദിയിലൂടെ അതാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരി അതാ ഉമ്മ പറഞ്ഞു വിടുകയാണ്. ആ പെട്ടി ആരുടെ അടുക്കലാണ് ചെല്ലുന്നത് നോക്കണം. അങ്ങനെ ഇങ്ങനെ നോക്കി പോകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരി കാണുകയാണ് ആ നദിയിലൂടെ അതിങ്ങനെ ഓളം വെട്ടി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വഹിച്ചുകൊണ്ട് ആ പെട്ടി പോകുന്നത് അന്നത്തെ ഏറ്റവും വലിയ രാജാവായ ആരെ ഭയപ്പെട്ടുകൊണ്ടാണോ ഈ കുട്ടിയെ ഈ പെട്ടിയിലാക്കിക്കൊണ്ട് നദിയിലൊഴുക്കിയത്, അതേ ഫറോവ രാജാവിന്റെ ഭാര്യയാകുന്ന വീണ്ടും പിന്നീട് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഉന്നത സ്ഥാനം ലഭിച്ച മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് അതാ പെട്ടി ഇങ്ങനെ ചാരത്തേക്ക് ഒഴുകി വരികയാണ്. പെട്ടിയിൽ നിന്ന് പുറത്തു നോക്കിയ ആസിയാ ബീവി കുട്ടിയെ കണ്ടു, എടുത്തു, മാറോടച്ചു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, കൊട്ടാരത്തിൽ കൊണ്ടുപോകുമ്പോൾ താൻ ആൺകുട്ടികളെ കൊല്ലാൻ പറയുമ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഭടന്മാര് പോയിട്ട് ഓരോ ആൺകുട്ടികളെയും കശാപ്പ് ചെയ്തുകൊണ്ട് ഉന്മൂലനത്തിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ കൊട്ടാരത്തിലേക്ക് ഭാര്യത ഒരു ആൺകുട്ടിയുമായി കടന്നു വന്നിരിക്കുന്നു. ഒരു കുട്ടിയുമായി കടന്നു വന്നിരിക്കുന്ന ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ഫറോവ തയ്യാറാകുമ്പോൾ അത് ആസിയാ ബീവി തടഞ്ഞു എന്ന് മാത്രമല്ല കുട്ടിയെ വളർത്താൻ അനുവാദം ചോദിക്കുകയും അങ്ങനെ വളർത്താൻ തീരുമാനിക്കുമ്പോൾ ആ കുട്ടി മുലകുടി പൈതലാണ്. മുല കൊടുക്കാൻ ഒരുപാട് സ്ത്രീകൾ കൊണ്ടുവന്നു. ആരുടെയും മുല കുടിഞ്ഞു. ഈ കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റിയ ഒരു സ്ത്രീയെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയെ കൊണ്ടുവരികയാണ്. മാതാവിന്റെ അടുക്കലേക്ക് മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും തിരിച്ചു വരികയാണ്. സ്വന്തം മകനെ ഫറോവ കൊല്ലുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് പെട്ടിയിലാക്കി ഒഴുകിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രമതാണ്. ഒരു നിർഭയത്വത്തോടുകൂടി അതേ ഫറോവയുടെ
സ്വലാത്തു വസ്സലാമിന് മാതാവ് അതാ മുല കൊടുക്കുകയാണ്. കൈ തഖറഅനി, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രയോഗം അങ്ങനെയാണ്. ഉമ്മ നിന്റെ കണ്ണ് കുളിർമയാകാൻ വേണ്ടി ഇത്രയും നാൾ ആ മകന്റെ മുഖത്തേക്ക് നിനക്ക് ഭയപ്പാടോടുകൂടെയാണ് നോക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ കൺകുളിർക്കയോടുകൂടെ നിന്റെ മകനെ നിനക്ക് നോക്കാൻ കഴിയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത അനുഗ്രഹമാണ്. കാരണം മൂസാ നബി അലൈഹി സ്വലാം വളർന്നു വരേണ്ടതുണ്ട്, ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്, അതാ ഫറവയുടെ കൊട്ടാരത്തിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം വളരുകയാണ്. അങ്ങനെ അദ്ദേഹം യുവാവായി കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള ഒരു രീതിയായപ്പോൾ, കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള യുവാവായി കഴിഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം തന്റെ സമൂഹത്തെ മനസ്സിലാക്കുന്നുണ്ട്. തന്റെ സമൂഹം ബനൂ ഇസ്രായേലാണ്, ഈ നാട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നവരാണ്, ഈ നാട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. കിബുത്തികൾ എന്ന് പറയുന്ന സവർണവർഗത്തിന്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ് ബനൂ ഇസ്രായേൽ എന്ന തിരിച്ചറിവ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടാവുകയാണ്. കൊട്ടാരത്തിലാണ് വളരുന്നത് എങ്കിലും ഒരിക്കൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു നാടിലൂടെ ഇങ്ങനെ നടക്കുന്ന അവസരത്തിൽ അതാ രണ്ടാളുകൾ തല്ലുകൂടുകയാണ്. രണ്ടാളുകൾ സണ്ട കൂടുമ്പോൾ ഇതെന്റെ സമുദായത്തിൽപ്പെട്ട എന്റെ കൂട്ട് എന്റെ സമുദായത്തിൽപ്പെട്ട ആളാണ്. രണ്ടാമത്തെ ആള് മൂസാ നബി അലൈഹി സ്വലാമിനെയും തന്റെ സമൂഹത്തെയും ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന ബുദ്ധികളിൽപ്പെട്ട ശത്രുവാണെന്ന് തിരിച്ചറിയുകയാണ്. അങ്ങനെ അവരുടെ ഇടയിലുള്ള പ്രശ്നം പരിഹരിക്കാൻ മൂസാ നബി അലൈഹി സ്വലാം ഇടപെട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ആരോഗ്യവാനായ മൂസാ നബി അലൈഹി സ്വലാം ഒരു ഇടി കൊടുത്തപ്പോൾ, മുഷ്ടി ചുരുട്ടി ഒരു ഇടി കൊടുത്തപ്പോൾ മനഃപൂർവ്വം കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടെ ചെയ്തതല്ല. പക്ഷേ പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഒരു ഇടി കൊണ്ടുള്ളൂ ആള് മരിച്ചു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു ഇടി കൊണ്ടപ്പോൾ ആള് മരിച്ചുപോയി. പിന്നീടുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാം, പിന്നീട് അവന് നിൽക്കാൻ കഴിയാത്ത, ഈജിപ്തിൽ നിൽക്കാൻ കഴിയാത്ത മൂസാ നബി അലൈഹി സ്വലാം ഈജിപ്തിൽ നിന്ന് പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കിങ്ങനെ മടി വരികയാണ്, നമുക്കിങ്ങനെ ഇനി എന്ത് ചെയ്യണം, ഇത്രയൊക്കെ ആയില്ലേ, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നാണ്. ഒരു കൊലപാതകം അറിയാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നുണ്ടായി. മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? അവിടെ നിന്ന് പോയി, ആ നാട് വിട്ടുപോയി. അങ്ങനെ പോയത് മദായിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. മദായിലേക്ക് ചെല്ലുമ്പോൾ ആരും കാണാതെ മദായിലേക്ക് ചെല്ലുമ്പോൾ അതാ വർഷം ക്ഷീണിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആളുകൾ എങ്ങനെ ആടിന് വെള്ളം കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ കൂട്ടം കൂടി നിന്നുകൊണ്ട് ആടിന് വെള്ളം കൊടുക്കുകയാണ്. ആ ആടിന് വെള്ളം കൊടുക്കുന്നിടത്തേക്ക് അവിടെ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നത് കാണുകയാണ്. ആളുകൾ ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടി വെള്ളം ഇങ്ങനെ ആടുകൾക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ആ തിക്കിൽ നിന്നും തിരക്കിൽ നിന്നും മാറി രണ്ടാളുകൾ, രണ്ട് പെൺകുട്ടികൾ നിൽക്കുന്നു. അവരിങ്ങനെ മാറി നിൽക്കുകയാണ്. നമ്മളാണ് എന്താ ഒരു പ്രശ്നത്തിൽ പോയി ഇടപെട്ട് നാട് വിടേണ്ടി വന്നു. ഇനി ചെയ്യണ്ട, അടുത്ത വിഷയത്തിൽ ഇടപെടുന്ന, ഇനി നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടേതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എന്നല്ലേ കരുതുന്നത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് നിങ്ങളുടെ പ്രശ്നം? പ്രശ്നങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഞങ്ങളുടെ ഞങ്ങളുടെ വാപ്പാ പ്രായമായിരിക്കുന്നു, വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു, ഞങ്ങളാണ് ഈ ആടുകളെ കൊണ്ടുവരുന്നത്, ഈ ആടുകൾക്ക് വെള്ളം കൊടുക്കണം. പക്ഷേ ഈ പുരുഷന്മാരിങ്ങനെ പരസ്പരം സണ്ട കൂടിക്കൊണ്ട് വെള്ളം കൊടുക്കുന്ന ഈ അവസരത്തിൽ, ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അവരുടെ ഇടയിൽ കയറിക്കൊണ്ട് വെള്ളം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരൊക്കെ വെള്ളം കൊടുത്തു പോയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ അവർക്ക് ഈ വെള്ളം കൊടുക്കാറുള്ളൂ, ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ. മൂസാ നബി അലൈഹി സ്വലാം അവരെ സഹായിക്കുകയാണ്. ആടുകൾക്ക് വെള്ളം കൊടുത്തു. ആ പെൺകുട്ടികൾ തിരിച്ചു വീട്ടിലേക്ക് ചൊല്ലുമ്പോൾ മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ മക്കളാണ്. ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ മക്കളായ പെൺകുട്ടികൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശുഐബ് നബി അലൈഹി സ്വലാം തിരിച്ചു ചോദിച്ചു, എന്തേ നിങ്ങൾ നേരത്തെ വന്നത്?
എന്താണ് നിങ്ങൾ നേരത്തെ വരാൻ കാരണം? പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ അടുക്കലേക്ക് ആ പെൺകുട്ടികളിൽ ഒരാളെ അയക്കുകയാണ്, വിളിച്ചു കൊണ്ടുവരൂ ആ യുവാവിനെ. അങ്ങനെ അതാ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ മൂസാ നബിയോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടായി, ഞാൻ നാട് വിട്ടുപോകുന്നതാണെന്ന് പറയുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ മദാൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്താണുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ അതാ രണ്ട് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി വിളിച്ചു പറയുകയാണ്, യാ അബത്തിസ്തഅജറുഹു ഇന്നമാ ഇസ്തഅജറതൽ ഖവിയുൽ അമീൻ. ഏ പിതാവേ, യാ അബത്തി, എന്റെ പിതാവേ, ഇസ്തഅജറുഹു, ആ മനുഷ്യനെ നമുക്ക് വാടകയ്ക്കെടുക്കാം, കൂലിക്കെടുക്കാം, നമ്മുടെ വീട്ടിൽ വേലക്കാരനാക്കാം. കാരണം എന്താ? ഈ യുവാവുണ്ടല്ലോ, രണ്ട് ക്വാളിറ്റിയാണ് ആ പെൺകുട്ടി മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പറഞ്ഞത്. ചെറുപ്പക്കാര് നമ്മുടെ മക്കളിലുള്ള മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്, വിവാഹം കഴിക്കുമ്പോൾ ഒരാണിനുണ്ടാകേണ്ട, ഒരു പുരുഷനുണ്ടാകേണ്ട, ഒരു യുവാവിനുണ്ടാകേണ്ട രണ്ട് ക്വാളിറ്റിയാണ് മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകള് പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം ആരോഗ്യവാനാണ്. ഇന്ന് ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു സമൂഹമാണല്ലോ ഉള്ളത്. ലഹരിയിലൂടെ അല്ലാതെയും ആരോഗ്യം നശിപ്പിക്കുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് അൽ കവിയു, ആരോഗ്യവാനാണ്. കാരണം എന്താ? ഒറ്റക്കൊരു പാറക്കല്ല് മാറ്റിയിട്ടാണ് ആടുകൾക്ക് വെള്ളം കൊടുത്തത്. മാത്രമല്ല അൽ അമീൻ, വിശ്വസ്തനുമാണ്. ഈ രണ്ട് ക്വാളിറ്റിയാണ് ഇന്ന് നമ്മുടെ യുവാക്കൾക്ക് ഇല്ലാതെയായത്. ഒന്ന് അൽ കവിയു, വിശ്വസ്തനാണ്. അൽ കവിയു ആരോഗ്യവാനാണ്. അൽ അമീനു, വിശ്വസ്തനുമാണ്. അല്ലാഹുവിന്റെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ് അൽ അമീൻ. വിശ്വസ്തനായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ. ഒരു സമൂഹത്തിൽ വിശ്വസ്തനായി തീരുക എന്നുള്ളത്, ഒരു സമൂഹത്തിൽ ആളുകൾ വിശ്വസിക്കുന്നവരായി തീരുക എന്നുള്ളത്, ആളുകൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്ന അവന്റെ ജീവിതം കൊണ്ടുള്ള. ഒരാളെ വിശ്വസിക്കൂല്ലെങ്കിൽ, ഒരാളെ ആരും അംഗീകരിക്കുന്നില്ലെങ്കിൽ, അയാളുടെ വാക്കിന് വിലയില്ലെങ്കിൽ, പിന്നെ ആ സമൂഹത്തിൽ എത്ര കൊല്ലം അവൻ ജീവിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഈ രണ്ട് ക്വാളിറ്റി പറഞ്ഞു. അങ്ങനെ അതിൽ നിന്നൊരു പെൺകുട്ടിയെ ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ മൂസാ നബി അലൈഹിസ്സലാമിനെ വിവാഹം കഴിച്ചു കൊടുത്തു. മഹറായി നിശ്ചയിച്ചത് 10 കൊല്ലം ആടിനെ മേയ്ക്കാനാണ്. ആദ്യം 8, പിന്നെ അത് 10 എന്നൊക്കെ അഭിപ്രായങ്ങൾ കാണാം. അങ്ങനെ 10 കൊല്ലത്തിന് ശേഷം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ച് ഈജിപ്തിലേക്ക് പോകാൻ പോവുകയാണ്. തന്റെ കുടുംബമുണ്ട്, തന്റെ കുടുംബത്തെ കൊണ്ടുപോകുമ്പോഴാണ് മുഹറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് ഞാൻ കടന്നു വരുന്നത്. തന്റെ കുടുംബത്തെയും കൂട്ടി മൂസാ നബി അലൈഹിസ്സലാം സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ വഴി അറിയാതെ തൂരിസീനാ പർവ്വതത്തിന്റെ താഴ്വരയിൽ അതാ മൂസാ നബി അലൈഹിസ്സലാം വന്നു നിൽക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ കുറച്ച് തീ കൊണ്ടുവരട്ടെ. അങ്ങ് ദൂരെ നിന്ന് തീ കാണാൻ കഴിയുന്നുണ്ട്, അങ്ങ് ദൂരെ നിന്ന് തീ കാണുന്നുണ്ട്. അവിടെ ചിലപ്പോൾ ഏതെങ്കിലും വീടായിരിക്കാം, അവിടെ ആൾവാസം ഉണ്ടായിരിക്കാം, ജനവാസം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ തീ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നുകൊണ്ട് ചോദിക്കാം, വഴി ചോദിക്കാം. നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൂരിസീനാ പർവ്വതത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ആ തീനാളത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഏത് തീനെയാണോ തേടിപ്പോയത് ആ തീയുടെ അടുക്കൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു. അതുകൊണ്ടാണ് കലീമുല്ലാഹ്, അല്ലാഹു സംസാരിച്ച ആളെന്ന രീതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിന് ആ പേര് ലഭിക്കാൻ കാരണം. അല്ലാഹു വിളിച്ചു, യാ മൂസാ, ഏ മൂസാ, ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ. ആ വിളിയാണ്, യാ മൂസാ,
ഏ മൂസ ഇന്നി അനല്ലാഹ്, ഞാൻ ആരാണെന്നറിയോ? അല്ലാഹയാണ്. അല്ലാഹ് അങ്ങനെ വന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയാണ് അനല്ലാഹ്. ഖുർആൻ പറയാ ഞാൻ അല്ലാഹയാണ്, റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവാണ് ഞാൻ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. മൂസാ നബിയോട് പറഞ്ഞു, നീ പോണം. ഇന്ന ഫിർഔന അലാ, ഫിർഔൻ എന്ത് ചെയ്തിരിക്കുന്നു? അവൻ അതിക്രമകാരിയായിരിക്കുന്നു, അക്രമകാരിയായിരിക്കുന്നു, സ്വേച്ഛാധിപതിയായിരിക്കുന്നു, ഒരു സയനിസ്റ്റ് മനോഭാവമുള്ളവനായി മാറിയിരിക്കുന്നു, ഉന്മൂലനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവനായിരിക്കുന്നു, അവൻ അഹങ്കരിക്കുന്നവനായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഫിർഔന്റെ അടുക്കലേക്ക് നീ പോകണം. ഏത് ഫിർഔന? അവിടെ നിന്നാണ് ആ ഫിർഔനെ പേടിച്ചിട്ടാണ് എന്തിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വന്നത്. അങ്ങോ അവിടേക്ക് പോയി പ്രബോധനം നടത്തണമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്. മൂസാ നബിക്ക് ഒരു ഭയം, ഒരു ആശങ്ക എന്നപ്പോ പറഞ്ഞു, പേടിക്കേണ്ടതില്ല, ഞാൻ എന്റെ കൂടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉപയോഗിച്ചത് അങ്ങനെയാണ്, കൂടെയുണ്ട് എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ മാത്രം പോരാ, എന്റെ വായിൽ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ നാവിന്റെ കെട്ടുകൾ നീ അഴിച്ചു തരണേ അല്ലാഹ്. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, ആളുകൾക്ക് എന്റെ സംസാരം തിരിയാൻ വേണ്ടി എന്റെ നാവിന്റെ കെട്ടുകൾ അഴിച്ചു തരണമെന്ന് മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയും എന്റെ സഹോദരനായ ഹാറൂനെ കൂടി പ്രവാചകനാക്കണമെന്ന് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു. അങ്ങനെ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും പ്രവാചകനാക്കി രണ്ടുപേരും കൂടിയാണ് ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. നീ ഫിർഔന്റെ അടുക്കലേക്ക് പോവുക എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖുർആൻ പറഞ്ഞു. മൂസാ നബി അതാ ചെല്ലുകയാണ്. ഫിർഔനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഫിർഔൻ വിശ്വസിച്ചില്ല, അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, മാ അലിംതു ലക്കും ഇലാഹൻ ഗൈരി, ഞാനല്ലാതെ വേറൊരു ദൈവം ലോകത്ത്. അങ്ങനെയാണ് ഫിർഔൻ ആദ്യം പറഞ്ഞത്. ആദ്യം പറഞ്ഞ ആ വാക്കും പിന്നീട് വെള്ളത്തിൽ മുക്കിപ്പ് കൊല്ലാൻ പോകുന്ന പറയുന്ന സമയത്ത് പറഞ്ഞ വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് ഞാനല്ലാതെ ഒരു ദൈവം ഈ ലോകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ മാത്രമേ ദൈവമുള്ളൂ. ആരാ പറഞ്ഞത്? ഫിർഔൻ എന്നതാണ് പറഞ്ഞത്. ആ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാം തനിക്ക് നൽകിയ ആയത്തുൽ കുബറ, ഏറ്റവും വലിയ മുഅ്ജിസാത്താകുന്ന വടി നിലത്തിട്ടാൽ പാമ്പാവുക എന്ന ആ മുഅ്ജിസത്തുമായി ഫിർഔന്റെ മുമ്പിലേക്ക് ചെല്ലുകയും തന്റെ കയ്യിലിരുന്ന വടി അത് താഴേക്കിടുകയും അത് പാമ്പായി മാറുകയും ചെയ്തു. ഈ സമയത്ത് ഫിർഔൻ പറഞ്ഞു, ഇതൊക്കെ ചില മാരണ മാജിക്കുകളല്ലേ, ഇത് മജീഷന്മാരുടെ പണിയല്ലേ, നമ്മുടെ അടുക്കലുണ്ട് അങ്ങനത്തെ ആളുകൾ, നമ്മുടെ കയ്യിലും അങ്ങനത്തെ ആളുകളുണ്ട്. അങ്ങനെ ഒരു ഉത്സവത്തിന്റെ ദിവസത്തിൽ അത്തരത്തിലുള്ള മജീഷന്മാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അങ്ങനെ അവരവരുടേതായ കയ്യിലിരിക്കുന്ന കയറുകളൊക്കെ പിരിച്ചു നിലത്തേക്ക് ഇട്ടു, അതൊക്കെ പാമ്പായി മാറി. മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു പറഞ്ഞു, അൽഖി, നീയും വിടുക നിന്റെ കയ്യിലിരിക്കുന്നതായ ആ വടി താഴേക്കിട്ടു. അവരുടെ പാമ്പുകളെ മുഴുവൻ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി പാമ്പായി അത് വിഴുങ്ങി എന്ന് ചരിത്രം പറയുന്നതായി കാണാം. ഇത് കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന ഈ സാമീര്യങ്ങളായ ആളുകൾക്ക് മനസ്സിലായി, ഇദ്ദേഹം അങ്ങനെ ഒരു കൺകെട്ട് വിദ്യ കാണിക്കുന്ന ആളൊന്നുമല്ല, ഇദ്ദേഹം പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വ ഹാറൂൻ. ആമന്നാ ബിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബി മൂസാ വ ഹാറൂൻ, ഈ മൂസയുടെയും ഈ ഹാറൂന്റെയും റബ്ബായ അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ഇതുവരെ ഞങ്ങള് ഇന്നഹു ലകബീറുക്കും, നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവാണ് ആര്? ഫിർഔൻ. ആ പ്രയോഗമാണ്. അതുവരെ എന്റെ ടീമായിരുന്ന ആളുകളൊക്കെ
കളം മാറ്റി ചവിട്ടി മൂസാ നബിയോട് കൂടെ കൂടിയെന്ന് പറഞ്ഞപ്പോ അടുത്ത പ്രയോഗമാണ് ഇന്നഹു ലകബീറുക്കും, നിങ്ങളെ ഏറ്റവും വലിയ ആളാണല്ലേ മൂസ. എന്നാൽ അടുത്തത് ഭീഷണി സ്വരമാണ് ലഉകത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്. ഈ ദീനിൽ നിന്ന് നിങ്ങൾ മാറുന്നില്ല എങ്കിൽ, ഈ ദീനിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുന്നില്ല എങ്കിൽ, നിങ്ങൾ ഈ മൂസയിൽ നിന്ന് മാറി പിന്തിരിഞ്ഞു പോരുന്നില്ല എങ്കിൽ ഐദിയക്കും, നിങ്ങളുടെ കൈകൾ ഞാൻ മുറിക്കും, വഅർജുലക്കും, നിങ്ങളുടെ കാലും മുറിക്കും, മിൻ ഖിലാഫ്, ആദ്യം വലത് കൈ മുറിക്കും, പിന്നെ ഇടത് കാല് മുറിക്കും, പിന്നെ ഇടത് കൈ മുറിക്കും, പിന്നെ വലത് കാല് മുറിക്കും. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് മാത്രമല്ല വലൗസല്ലിമന്നകും അജ്മഈൻ, എന്നിട്ട് നിങ്ങളെ കുരിശിൽ തറയ്ക്കും. ഇതായിരുന്നു ഫിർഔന്റെ ഭീഷണി. ഇതായിരുന്നു ഫിർഔന്റെ ഭീഷണി. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ കൂടിയവർ പറഞ്ഞു, നീ ഞങ്ങളെ എന്ത് ചെയ്താലും, നീ എത്ര ഞങ്ങളെ ഉപദ്രവിച്ചാലും, നീ ഞങ്ങളുടെ കൈകാലുകൾ ഛേദിച്ചാലും ഞങ്ങൾ ഈ ആശയത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ഞങ്ങൾ ഈ ആശയത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്നസിരി ബിഇബാദിയ, ബനൂ ഇസ്രായേലിനെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് രാത്രിയിൽ യാത്ര ചെയ്യാൻ പറഞ്ഞു. രാത്രിയിൽ യാത്ര ചെയ്യാൻ പറയുമ്പോൾ ഇതുപോലൊരു രാത്രിയാണ്. ഇതുപോലൊരു രാത്രിയിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു പറയുകയാണ്, അന്നസിരി ബിഇബാദിയ, എന്റെ സമൂഹത്തെ കൊണ്ട്, എന്റെ അടിമകളെ കൊണ്ട്, വിശ്വസിച്ച ആളുകളെ കൊണ്ട് നീ രാത്രി സഞ്ചരിക്കുക. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ബനൂ ഇസ്രായേലിനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് പോകണം, ഈ നാട്ടിൽ നിന്ന് പോകണം, ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി ഇസ്ലാം ബനൂ ഇസ്രായേലിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് പിന്നിലതാ ഫിർഔനും കിങ്കരന്മാരും കൂട്ടാളികളും എല്ലാവിധത്തിലുള്ള ആയുധങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പിന്തുടർന്നു വരികയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമും ബനൂ ഇസ്രായേൽ മുമ്പിലുണ്ട്, പിന്നിലതാ ഫിർഔനും സൈന്യവുമുണ്ട്. അങ്ങനെ അവർ ചെല്ലുമ്പോഴാണ് മുന്നിൽ അതാ കടൽ വന്ന് നിൽക്കുകയാണ്. കടലിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അതാ ഖാല അസ്ഹാബു മൂസാ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമുദായം പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, മൂസാ പിടിക്കപ്പെട്ടു പോയല്ലോ മൂസാ, ഇന്നാല മുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു പോയല്ലോ മൂസാ. ഈ ചെയ്ത പണിയൊക്കെ വെറുതെ. കാരണം എന്താ? മുമ്പിൽ കടലാണുള്ളത്, പിന്നിൽ ആരാണുള്ളത്? പിന്നിൽ ഫിർഔനാണുള്ളത്, ഫിർഔന്റെ പട്ടാളമാണുള്ളത്. ഇനി നമ്മുടെ തലകൾ ഛേദിക്കപ്പെടുമെന്നല്ലാതെ ഇന്നാല മുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു പോകല്ലോ മൂസാ. ഈ ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആശൂറാന്റെ ദിവസത്തിൽ മൂസാ നബി അലൈഹി സ്വലാം എന്ന ഭയത്തോടുകൂടെ ഇരുന്ന കാല സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ആ പുരിസീന പർവ്വതത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് മൂസയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, മൂസ നിന്റെ കൂടെ അല്ലാഹുണ്ട് എന്നൊരു പ്രയോഗം നടത്തി. അതേ പ്രയോഗം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൂടെ ഉണ്ടായ ബനൂ ഇസ്രായേലിനോട് പറഞ്ഞു, ഖാല കല്ലാ 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 ഇന്ന മഈ റബ്ബി സയഹ്ദീനി. കല്ലാ, അങ്ങനെയല്ല കേട്ടോ. മൂസാ നബി അലൈഹി സ്വലാം അസ്ഹാബ് ആ ബനൂ ഇസ്രായേലിനോട് പറഞ്ഞു, കല്ലാ, അങ്ങനെയല്ല, ഇന്ന മഈ റബ്ബി സയഹ്ദീനി, എന്റെ കൂടെയുള്ളത് എന്റെ റബ്ബാണ്, എന്റെ കൂടെയുള്ളത് എന്റെ റബ്ബാണ്, സയഹ്ദീനി, അവൻ എനിക്ക് മാർഗ്ഗം കാണിക്കുമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതാണെങ്കിൽ മഹാനായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ ഹിജ്റയുടെ ചരിത്രം പറയുന്ന, ഇതേ ഹിജ്റയുടെ ചരിത്രത്തിലും ഇതേ ഹിജ്റ വർഷത്തിന്റെ ചരിത്രമായി മാറിയ ആ ഹിജ്റയിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും അതാ തൗറന്ന ഗുഹയിലേക്ക് കയറുന്നുണ്ടല്ലോ. തൗറന്ന ഗുഹയിൽ കയറിയിരിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നോക്കുമ്പോൾ ശത്രുക്കൾ ഇങ്ങനെ വരികയാണ്.
പല ഭാഗങ്ങളിലും പരതിക്കൊണ്ട് ഗുഹയുടെ മുകൾ ഭാഗത്ത് വന്ന് ശത്രുക്കൾ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയേ, അവരുടെ കാലിന്റെ കാൽപാദത്തിലേക്ക് ഒന്ന് നോക്കിയാൽ നമ്മളെ കാണുമല്ല നബിയേ, നമ്മളെ പിടിക്കപ്പെട്ടു പോകുമല്ല നബിയേ. മൂസാ നബിയോട് തന്റെ സമുദായം പറഞ്ഞ അതേ പ്രയോഗം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഖാല ലി സ്വഹാബിഹി, ഖുർആൻ പറഞ്ഞു, കൂട്ടുകാരനോട് പറഞ്ഞു, ലാ തഹസൻ അബൂബക്കറേ, ലാ തഹസൻ അബൂബക്കറേ, നീ ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, അബൂബക്കറേ നീ ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, അല്ലാഹുവാണ് നമ്മളോട് കൂടെയുള്ളത്. ഫസിദുഖു ഫിൽ ആരി വസിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ആരി മിൻ ഇൽമി. ഇമാം മുസ്ലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഖസീദത്തുൽ ബുർദയിൽ പറയുകയാണ്, ഫസിദുഖു ഫിൽ ആരി വസിദ്ദീഖ്, ഏറ്റവും വലിയ സത്യത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൗറുബയിലുണ്ട് കേട്ടോ. സിദ്ദീഖ്, ആ കൂട്ടുകാരനായ സിദ്ദീഖ് എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് ആ കൂട്ടുകാരുള്ളപ്പോൾ ലം യരിമാ, അവർ രണ്ടുപേരെയും ആരും കണ്ടില്ല. വന്നൽ ഹമാമ വന്നൽ അങ്കബൂത്, അവിടെ മാടപ്രാവുകൾ കൂടുകൂട്ടുമ്പോൾ, അവിടെ ചിലന്തികൾ വല കെട്ടുമ്പോൾ ശത്രുക്കൾ വന്നിട്ട് ഇവിടെ മോചിരിക്കുന്നതിനേക്കാൾ മുമ്പുള്ളതായ മാടപ്രാവുകളും അതാ ചിലന്തി വലകളുമാണ് ഈ കാണുന്നത് പറഞ്ഞിട്ട് അതാ ശത്രുക്കൾ തിരിച്ചുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു കൂടെയുണ്ട്, അല്ലാഹു കൂടെയുണ്ട് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ ബനൂ ഇസ്രായേലിനെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, മൂസാ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് നീ ആ നദിയിലും അടിക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ നദിയിലടിക്കുമ്പോൾ അതാ നദി രണ്ട് പിളർപ്പായി മാറുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ തന്റെ സമുദായമാകുന്ന ബനൂ ഇസ്രായേലുമായി ആ നദിയിലൂടെ കടന്നുപോയി രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടതിന്റെ ഓർമ്മയിലാണ് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് പലായനം ചെന്ന് മദീനയിലെത്തുമ്പോൾ മദീനക്കാരാകുന്ന യഹൂദികൾ നോമ്പനുഷ്ഠിച്ചിരിക്കുകയാണ്. മുഹറം 10 അന്ന് നോമ്പനുഷ്ഠിച്ചിരിക്കുമ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത്? ഈ സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് ഫിർഔനിൽ നിന്ന് മൂസയെ രക്ഷപ്പെട്ടത്, അന്ന് ഫിർഔന്റെ പട്ടാളത്തിൽ നിന്ന് മൂസയുടെ സമുദായമാകുന്ന ഞങ്ങളുടെ പൂർവികരാകുന്ന ബനൂ ഇസ്രായേൽ രക്ഷപ്പെട്ടതിന്റെ ഓർമ്മയിലാണ് ഞങ്ങൾ ഇന്ന് നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ ആ മൂസയുമായി ഏറ്റവും ബന്ധപ്പെട്ടത്, ആ മൂസയുമായി ഏറ്റവും ആദർശം കൊണ്ട് ബന്ധപ്പെട്ട ആൾ ഞാനാണ്. അതുകൊണ്ട് ആദർശവർത്തനം അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ 9ഉം 10ഉം നോമ്പനുഷ്ഠിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഏറ്റവും പവിത്രമായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അതുപോലെ ബനൂ ഇസ്രായേലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. അതുപോലെ തന്നെ അല്ലാഹു മൂസാ നബിയെ കൊല്ലാൻ വന്ന ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് എങ്ങനെയാണ്? താൻ ജനിച്ചപ്പോൾ തന്റെ കഴുത്ത് ഞെരിച്ച് അല്ലെങ്കിൽ വാളിനിരയാക്കി കൊല്ലേണ്ട ഒരവസരത്തിൽ നിന്ന്, സാഹചര്യത്തിൽ നിന്ന് മാറ്റി അതേ ഫിർഔന്റെ കൊട്ടാരത്തിൽ സുഖത്തോടുകൂടെ ജീവിക്കാനുള്ള അവസരം കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വേളയിൽ നാട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മറ്റൊരു നാട്ടിൽ ജോലി ചെയ്യുകയും എന്നാൽ അവിടെ ഒരു നല്ല കുടുംബം ഉണ്ടാക്കി തീർക്കാൻ അവസരം കൊടുത്ത മൂസാ നബി അലൈഹിസ്സലാമിന് അവസരം ഉണ്ടാക്കി കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് കുടുംബമൊക്കെയായി സുഖമായി ജീവിക്കുന്ന ഒരു അവസരം വന്നപ്പോൾ ഒരു ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ആ ദൗത്യത്തിൽ പിന്നോട്ട് പോകാതെ ആ ആദർശമാ
നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സമുദായത്തിന് നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തിന് കൊടുത്തതായ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഇന്നല്ലാഹ മഅനാ ഇന്ന മഅീ റബ്ബി, എന്റെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന ഏറ്റവും വലിയ ഒരു ആശ്വാസത്തിന്റെ വാക്ക് മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തു. ഈ ആശൂറായിനെ മുഹറം 10 സ്മരിക്കപ്പെടുന്ന ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പറയാൻ മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു വചനമായി അത് മാറണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് ഞങ്ങളോട് കൂടെയുണ്ട്, അല്ലാഹുവിന്റെ കൂടെയുണ്ട് എന്ന ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതാണ് ഈ മുഹറം പ്രഭാഷണം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ.